السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. വലിയൊരു കട്ട മഞ്ച ദർഗാ ഷരീഫ് എല്ലാ വർഷത്തോറും നടത്തിക്കൊണ്ടുവരുന്നത് പോലെ ഈ വർഷവും നല്ല ഉഷാറിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. അല്പം മഴ വന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ബഹുമാനപ്പെട്ട ഹാഫിദ് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ അധ്യക്ഷതയിൽ അവരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അല്ലാഹു എല്ലാം ഖൈറായ നിലക്ക് പൂർത്തിയായി നല്ല രീതിയിൽ ഇവർ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വേണ്ടതുപോലെ ദീനീ കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തു SMS അബ്ദുർ റഷീദ് സൈനി, അതേപോലെ നീണ്ട പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി വരാൻ പോകുന്ന നൗഫൽ സഖാഫി കലസ, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, ഉമ്മപ്പെങ്ങന്മാർ, ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ ആ മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ ദർബാറിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ് ഇവിടെ വന്ന് മഹാനവരെ സന്ദർശിക്കുകയും സിയാറത്ത് ചെയ്തതായി നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്നത് ഏറ്റവും വലിയ ഒരു മഹാൻ എന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ പരിസരത്ത് മറപ്പെട്ട് കിടക്കുന്ന ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഹലാലായ സദുദ്ദേശങ്ങൾ അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു തരണേ. എല്ലാ ബുദ്ധിമുട്ട് വിഷമത്തിൽ നിന്ന് ഞങ്ങൾ സലാമത്താക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഉറൂസ് എന്നുള്ളത് അത് ഇന്നലെ തുടങ്ങിയതല്ല. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്കേ തുടങ്ങി വന്നതാണ് ഉറൂസ് എന്നുള്ളത്. ഹജ്ജിന്റെ കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണ് സഹോദരന്മാരെ ഹജ്ജിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ? അത് ഏറ്റവും വലിയ ഒരു ഉറൂസാണ്. മരണപ്പെട്ടു പോയവരെ ഓർക്കുകയും അവർ ചെയ്ത ത്യാഗങ്ങളെ മനസ്സിൽ വെച്ചും കൊണ്ട് അവിടെ നാം പോയി ഇബാദത്ത് ചെയ്യുകയാണ്. ഏത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ആ സഫാ മർവയുടെ ഇടയിൽ ഓടുമ്പോൾ ഹാജറ ബീബിയെ ഓർത്തുകൊണ്ടാണ് നാം അവിടെ ഓടി നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഫിദിയ കൊടുക്കുമ്പോൾ
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർത്തും കൊണ്ടാണ് നാം അവിടെ ഫിദിയ നൽകുന്നത്. അതേപോലെ മഖാം ഇബ്രാഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വത്തഖദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബത്തിനെ പടുത്തുണ്ടാക്കാൻ വേണ്ടി നിന്ന ഒരു കല്ല്, ആ പാദന്റെ അടയാളം അതിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ഒരു കല്ല് അത് ലിഫ്റ്റ് പോലെ പണി ചെയ്ത ഒരു കല്ലാണ്. ആ കല്ല് കഅബത്തിന്റെ അടുത്തിരുന്ന് സ്ഥാപിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിന്റെ പിന്നിൽ നിങ്ങൾ എന്താക്കുക, നിസ്കരിക്കൂ, നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. ആ ബഹുമാനപ്പെട്ട മഖാം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത് പോയി നിന്നും കൊണ്ട് നാം പ്രാർത്ഥിക്കാനും നമ്മോട് ദുആ ചെയ്യാനും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുപോലെ തന്നെ ലക്ഷക്കണക്കിനുള്ള അംബിയാ മുർസലീങ്ങൾ, അതുപോലെ തന്നെ ലക്ഷക്കണക്കിനുള്ള ലോകത്തിലുള്ള മഹാന്മാരുടെ ആ ദർഗകൾ, ആ മഖബറകൾ നാം സന്ദർശിച്ച് അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പക്ഷം ആ ദുആക്ക് ഇജാബത്തുണ്ടെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു സുന്നിയായ ഒരു വ്യക്തിക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഇരിക്കട്ടെ, നാം മനസ്സിലാക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തുൽ കിറാമും നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം നാം മുറുകെ പിടിക്കുകയും നമ്മുടെ കുടുംബത്തെയും ഞങ്ങൾക്കുള്ള മക്കളെയും അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു രൂപം, ഒരു ചുറ്റുപാട് നാം ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ, നല്ല കാര്യക്രമങ്ങളിൽ അല്ലാഹു നമുക്കേവർക്കും സംബന്ധിക്കുവാനും അതിൽ കൂടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം നൽകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിൻ്റെ തിരുവാക്യത്തോടുകൂടി ഈ ഒരു സഭാ കാര്യക്രമം, ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.